മതിലകം ചങ്ങാതിക്കൂട്ടം കലാസാഹിത്യ സമിതിയുടെ 9ാമത് ആർട്ടിസ്റ്റ് ഡി അന്തപ്പൻ മാസ്റ്റർ സ്മാരക ചിത്രകലാ പുരസ്കാരം സമ്മാനിച്ചു. മതിലകം വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ ആർട്ടിസ്റ്റ് PR രാജന് ചിത്രകാരനും കവിയുമായ കൃഷ്ണൻ സൗപർണിക പുരസ്കാരം നൽകി. കൃഷ്ണമൂർത്തിയുടെ ഉടമസ്ഥതയിലുള്ള സുബ്ബലക്ഷ്മിയുടെയും ഉടമസ്ഥതയിലുള്ള വാരികയിലാണ് ഇത്രയും കാലം ജോലി ചെയ്തിരുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. കലിക്ക് എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ ആ ഒരു മാഹാത്മ്യം മനസ്സിലാക്കിയത് ഞാൻ പൊന്നിയൻ സെൽവൻ എന്ന് പറയുന്ന ഒരു 1000ഓളം പേജുള്ള 2 വോള്യമുള്ള പുസ്തകം വായിച്ചിട്ടുണ്ട്. പൊന്നിയൻ സെൽവൻ അത് സിനിമയായിരുന്നു. അതിൻ്റെ മുഖചിത്രം വരച്ചിരിക്കുന്ന മണിയം എന്ന് പറയുന്ന ഒരു ആളാണെന്ന് തോന്നുന്നു. ചങ്ങാതിക്കൂട്ടം പ്രസിഡന്റ് ബഷീർ തൃപ്പേക്കുളം അധ്യക്ഷത വഹിച്ചു. എൻ്റെ ഓർമ്മയിൽ വളരെ കുട്ടിക്കാലത്ത് തന്നെ ഞാൻ 12 വയസ്സ് ഉള്ള കാലഘട്ടത്തിൽ മതിലകം സ്കൂളിൽ പഠിക്കാൻ വരുന്ന കാലഘട്ടം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റായിരുന്നു. വളരെ ബഹുമാനത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ പിന്നീട് അദ്ദേഹത്തിനെ പരിചയപ്പെടുകയും ആ കുടുംബവുമായിട്ട് സമ്പർക്കവും പുലർത്തുകയും ചെയ്തിരുന്ന ഒരാളാണ്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മകൻ നമ്മുടെ മുമ്പിലിരുന്ന് നമ്മുടെയൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡിസ്നി ഒന്ന് തിരിഞ്ഞ് എല്ലാവരും ഒന്ന് കാണട്ടെ, ഇത് ഡിസ്നി അണ്ടമാട്ടെ മകനാണ്. EG വസന്തൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കേരള ബാലസാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച സുനിൽ P മതിലകത്തെ ചടങ്ങിൽ ആദരിച്ചു. ചിത്രകാരന്മാരായ ബാലകൃഷ്ണൻ ശ്രീനാരായണപുരം, PH യഹിയ, ചങ്ങാതിക്കൂട്ടം സെക്രട്ടറി ജിതി സുധീഷ്, ജോയിന്റ് സെക്രട്ടറി MD അഭിശങ്കർ എന്നിവർ സംസാരിച്ചു. പരിപാടിയോടനുബന്ധിച്ച് കവിയരങ്ങും പാട്ടരങ്ങും ഒരുക്കിയിരുന്നു. സുധീഷ് അമ്മ വീടിന്റെ കടുകുമണികൾ എന്ന ഒറ്റയാൾ നാടകവും ഉണ്ടായിരുന്നു. ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ. എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. കൂടെ 0% EMI ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ, ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും. വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ്. തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ, ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ്, ലൈവ് സർവീസ് സെന്റർ, ബോട്ട്, സീബ്രോണിക്സ്, ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ. സലാല മൊബൈൽസ്, മൂന്നുപീടിക, യുവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ. You're watching True Line News.